നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കാവ്യാട് കോളേജ് BA ടീച്ചർ അസോസിയേഷൻ. അതായത് ഞാനൊക്കെ പണ്ട് പഠിച്ചിരുന്ന ഒരു സ്ഥാപനം. അതായത് തൊട്ട് മുമ്പേ ചെയ്ത വീഡിയോയിൽ 1994-96 കരവോളം ഗവൺമെൻറ് VHSC കരവോളത്ത് പഠിച്ചിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് മാർവേനിസ് കോളേജിലേക്ക് പോകാൻ തക്ക നിലയിലുണ്ട്. ഇതെല്ലാം എന്താണ് ബൈ ദ ഗ്രേസ് ഓഫ് അവർ വൺ ലോഡ് ഓഫ് ദീസ് ഡേയ്സ് എന്താണ് നാമിനെ അടിമത്തിൽ കുറിച്ചുള്ളത് ഫ്രീലിയാണ്. അതിനുശേഷമാണ് മാർവേനിസ് കോളേജ്, അതായത് 1996-99 കാലഘട്ടത്തിൽ മാർവേനിസ് കോളേജിലും പിന്നീട് മാർവേനിസ് കോളേജിലെ കാലഘട്ടം കഴിഞ്ഞ ശേഷമാണ് ഇവിടെ പോയത് ഗവൺമെൻറ് ലാ കോളേജ്. അതായത് 1999-2002 LLB കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇടയിൽ തരുന്ന റീവാലുവേഷന് ശേഷം എനിക്ക് കുറച്ച് മാർക്കും കൂടെ ആഡ് ചെയ്ത്, അതായത് റിസൾട്ടിൽ ജയിച്ചതായിട്ട് ഒരു 57% മാർക്കോട് കൂടി അതിനോട് അടുപ്പിച്ചുള്ള മാർക്കോട് കൂടി ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു കേരള യൂണിവേഴ്സിറ്റി. അങ്ങനെ റീവാലുവേഷൻ ചെയ്ത് അങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട്. ഇതുവരെ പഠിച്ചിട്ടുള്ള മിക്കവാറും സ്ഥാപനങ്ങളിൽ ഡിഗ്രികളിലെല്ലാം റീവാലുവേഷൻ, പിന്നെ അതായത് MEd ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിനും റീവാലുവേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലവുമുണ്ട്. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഫോർ ഗോഡ് സോ ലോഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ്സ് ഓൺലി ഗിവൻ ദാറ്റ് ഹൂസോർ ബിലീവ്സ് ഇൻ ഷാൽ നോട്ട് പെരിഷ് ബട്ട് എവർലാസ്റ്റിംഗ് ലൈഫ്. നാമിനെ അടിമത്തിൽ കുടിയും പോരുത്. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിപ്പം ഏതാണ്ട് സന്ധ്യാസമയത്തോട് അടുക്കുന്നു. ഇന്നത്തെ തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 14/12/2025 ഒരു ഞായറാഴ്ചയാണ്. ഫോർ വിതിൻ കാണ്ടർ ലിബർട്ടി. ഞാൻ കരവോളം എന്നുള്ള സ്ഥലം പിന്നിട്ടിട്ട് പിന്നെന്താ വേങ്കോട് വഴി, വട്ടപ്പാറ വഴി, വെമ്പായം വഴി നമ്മൾ ഇവിടെ പോയി അതായത് കാവ്യാട് എന്നുള്ള സ്ഥലത്ത് വെമ്പായം വഴി കാവ്യാടത്തേക്ക് എത്തിയതാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് വെഞ്ഞാറമൂട്. അതുകൊണ്ട് ആ പോകുന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വെഞ്ഞാറമൂട് പോകുന്ന വഴിയാണ്. പെരുപ്പംകോട് വഴി വെഞ്ഞാറമൂട്. പെരുപ്പംകോട് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പഠിക്കുന്നുണ്ട്, ഗിരീഷ് ബാബു എന്നാണ് പേര്. എൻ്റെ BEd, അതായത് ഞാൻ ഇവിടെ BEd പഠിച്ച കാലഘട്ടം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LLB ഒക്കെ കഴിഞ്ഞല്ലോ. അങ്ങനെ 2002 LLB ഒക്കെ കഴിയുന്നു. അതിനുശേഷം പിന്നെ വെങ്ങാനൂർ ചന്ദ്രശേഖരൻ എന്നുള്ളൊരു അഡ്വക്കേറ്റിൻ്റെ കൂടെ കുറച്ച് കാലം വക്കീലായിട്ട് എന്ത് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്തു ഫോർ വിതിൻ കാണ്ടർ ലിബർട്ടി. അതൊക്കെ കഴിഞ്ഞ ശേഷം ചില കാരണങ്ങളിൽ അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നെ ആ വക്കീൽ പിന്നീട് 2007 അടുപ്പിച്ച് ഇഹലോകവാസം വെടിയുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ടുള്ള ഒരവസ്ഥ കടന്നു വന്നു. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ ചില കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ പഠിക്കാൻ തക്കണം ഇടയിൽ തരുന്നത്. അതായത് നമ്മളെ ജെനിസിസ്, അതിന് തൊട്ട് മുമ്പേ റീജിയണൽ കമ്പ്യൂട്ടർ സെൻറ്റർ സ്റ്റാച്യുവിൻ്റെ അടുത്തുള്ള കമ്പ്യൂട്ടർ സെൻറ്ററിൽ DTP പഠിക്കാൻ തക്കണം ഇടയിൽ തരുന്നു. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിൻ്റ്. പക്ഷേ അത് ടീച്ചേഴ്സിൻ്റെ അഭാവം മൂലം ശരിയായിട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അതിനുശേഷം ജെനിസിസ് കോളേജ് ഓഫ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിൽ തിരുമലയിൽ ഏകദേശം 1 വർഷത്തിലധികം കമ്പ്യൂട്ടർ പഠിക്കാൻ ഇടയിൽ തരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ BEdന്, എനിക്കിഷ്ടപ്പെട്ട ഒരു BEd കോഴ്സായിരുന്നു. എനിക്ക് വാഴീച്ചിൽ നിന്ന് BEd കോളേജിൽ അഡ്മിഷൻ മേടിച്ചു തരാമെന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞെങ്കിലും, ഒരു ദേവൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞെങ്കിലും എനിക്ക് പിന്നെ അവിടെ അഡ്മിഷൻ ലഭിക്കാൻ ഇടയിൽ തരുന്നില്ല. പിന്നെ അങ്ങനെ ക്യാഷ് കൊടുത്ത് അഡ്മിഷൻ ലഭിക്കാൻ ഇടയിൽ തരുന്നില്ല. ബൈ ദ ഗ്രേസ് ക്രൈസ്റ്റ് ജീസസ് ഹി കെയർസ് ഫോർ അസ്. അതായത് ബി ആൻഷ്യസ് അബൌട്ട് നത്തിങ്, കാസ്റ്റിംഗ് ആൾ കെയർസ് അപ്പോൺ ഫോർ ഫോർ അസ്. കാസ്റ്റിംഗ് ആൾ യുവർ കെയർസ് അപ്പോൺ ഫോർ ഹി കെയർസ് ഫോർ അസ്. അതായത് ക്രൈസ്റ്റ് ജീസസ് നമുക്കൊന്ന് കെയർ ചെയ്യുന്നു, മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ളതുകൊണ്ട് എനിക്കിവിടെ BEd കോളേജ്, കാവ്യാട് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, നിൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ എതിരെ നിന്നിട്ടില്ലെന്ന് പറഞ്ഞമ്മ. കാവ്യാട് കോളേജ് ഓഫ് BEd ടീച്ചർ എഡ്യൂക്കേഷൻ, അവിടേക്ക് പോകാമെന്നുള്ള ഇത് പറയുകയും, അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് മാറി ഇറങ്ങിയാൽ അമ്മേനെ കുറച്ച് വഴക്കുറയൊക്കെ ചെയ്തെങ്കിലും ഇവിടെ കയറി വന്ന ഉടനെ മാർവേനിസ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഒരു ടീച്ചർ, അതായത് ആ ടീച്ചറിൻ്റെ പേര് ലിവി ടീച്ചർ എന്ന് പിന്നീട് അറിയാൻ ഇടയിലുള്ളത്. ഫിസിക്കൽ സയൻസിൻ്റെ ഓപ്ഷൻ ടീച്ചറാണ്. ടീച്ചർ നമ്മളെ വരവേറ്റു. അതോടൊപ്പം രമാദേവി ടീച്ചർ ആ സമയത്ത് പ്രിൻസിപ്പളായിരുന്നു. പിന്നീട് അതിനുശേഷം പിന്നെ അതായത് മാനേജ്മെൻറ്റ് കോട്ടയും മെറിറ്റ് കോട്ടയൊക്കെ വന്നു. അങ്ങനെ 1 വർഷം 2006 മുതൽ 2007 വരെ പഠിച്ച ഒരു കലാലയമാണ് ഈ കാണുന്നത്. ഈ കലാലയം, അതായത് കാവ്യാട് ദിവാര പണിക്കറോ നാരായണൻകുട്ടിയോ ഏതൊരു ആൾ പിന്നീട് ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ട് മരിച്ചു. 2006-7 കാലഘട്ടത്തിലാണ് ഞാൻ ഈ BEd കോളേജിൽ പഠിക്കാൻ തുടങ്ങുന്നത്. പിന്നീട് കാവ്യാട് ദിവാര പണിക്കരം കണ്ടോ മരിച്ചോ എന്നൊക്കെ പറയുന്നിട്ട്, ഹാർട്ട് അറ്റാക്കാണോ അതൊന്നും എനിക്കറിയത്തില്ല. ഫോർ വിതിൻ കാണ്ടർ ലിബർട്ടി. ആ കാലഘട്ടത്തിൽ എത്ര മനോഹരമായ റോഡാണ് നോക്കി. ഇത് നേരം ത്രിസന്ധിയോട് അടുക്കുന്നു. ഫോർ വിതിൻ കാണ്ടർ ലിബർട്ടി, മനസ്സിലായില്ലേ? നേരം ത്രിസന്ധിയോട് അടുക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജിത കെയിലും അതുപോലെ തന്നെ ലില്ലിയാൻ്റെയൊക്കെ താമസിച്ചത് എവിടെയാണ്? നേരത്തെ നമ്മൾ പിരിഞ്ഞില്ലേ, അതായത് വേങ്കോട് വഴി നേരെ പോയി കഴിഞ്ഞാൽ വാളിക്കോട്
എന്നൊരു സ്ഥലത്തേക്ക് പോകും. അതുവഴി പോയി അവിടെയാണ് അവരൊക്കെ താമസിച്ചിരുന്നത്. അത് നമുക്ക് പിന്നീട് മറ്റൊരു അവസരത്തിൽ പ്രസ്താവിക്കാനിടയിൽ തരും. ഇപ്പോൾ എൻ്റെ ഈ ഓർമ്മകൾ ഞാൻ പങ്കുവെച്ചത് സൂര്യാസ്തമനത്തോട് അടുക്കുന്നു. സൂര്യാസ്തമനം കഴിഞ്ഞൊന്നും എനിക്കറിയത്തില്ല, ഏതാണ്ട് ത്രിസന്ധി സമയം. അപ്പോൾ ആ സമയത്ത് എനിക്കിവിടെ നിങ്ങളോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കുട്ടുമോൻ്റെ പഠിച്ച സ്ഥാപനം എൻ്റെ മകനായ ഇമ്മാനുവൽ പിള്ള പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യ അഡ്വൻറ്റേജ് സ്കൂളാണ്. ആ ഓർമ്മകൾ നമുക്ക് പിന്നീട് അയവർക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ അങ്ങനെ 2006, 2007 പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഓരോ ഓപ്ഷനിലൊക്കെ ചിലയിടത്തൊക്കെ 10, ചിലയിടത്തൊക്കെ 20, ചിലയിടത്തൊക്കെ 15 അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാം കൂടെ നമ്മളൊരു 100 അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇംഗ്ലീഷ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, പിന്നെ അത് അങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു. പിന്നെ വേറെ ഏതൊരു ഓപ്ഷൻ മലയാളമില്ല തോന്നുന്നു. സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, അങ്ങനെ 5 ഓപ്ഷൻ എങ്ങോട്ടാണെന്ന് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഓപ്ഷനിൽ ഏതാണ്ട് 18ഓളം പേരെ കണ്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഓപ്ഷനിൽ 10 ഗേൾസ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ഈ സ്ഥാപനത്തോട് നല്ല സ്നേഹമുണ്ട്. നല്ല സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ക്രിയേറ്റർ എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ പല വഴിത്തിരിവുള്ള ഒരു വഴിത്തിരിവാണ് എന്താണ് കാവ്യാട് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തോടൊരു സ്നേഹമുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങാണ്ടോ ഇവിടെ ഇതിൻ്റെ എങ്ങാണ്ടോ അടുത്താണെന്ന് തോന്നുന്നു, ഫോർബദനി കാൽവട്ടി. അപ്പോൾ ആ പ്രിയപ്പെട്ട ലിബി ടീച്ചർ ആദ്യം കുറച്ചു കാലം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ലിബി ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടീച്ചറിന് ഒരു തലകറക്കം പോലെ കണ്ട വന്നു. കൂടെയുള്ള സിന്ധു ടീച്ചർ കൊമേഴ്സിലെ ഈ പറഞ്ഞ പോലെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു. കൊമേഴ്സ് അതായത് BEd കൊമേഴ്സും കൂടെ ഉണ്ടായിരുന്നു. കൊമേഴ്സിലെ സിന്ധു ടീച്ചറൊക്കെ എടുത്തുകൊണ്ട് പോയി. പിന്നീട് ലിബി ടീച്ചർ നമ്മുടെ യാത്രയൊക്കെ പറഞ്ഞ ശേഷം ടീച്ചർ പിന്നെ ഡൽഹിക്ക് പോകാൻ തക്കണം ഇടയിൽ തൻ്റെ ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ പരിചരിക്കാനെന്നുള്ള അർത്ഥത്തിൽ അങ്ങോട്ട് പോകാൻ തക്കണം ഇടയിൽ ചേർന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് പല ടീച്ചർമാരുള്ളതിൽ പിന്നെ തിരുമല സ്കൂളിൽ, അതായത് എൻ്റെ SLC കാലഘട്ടത്തിൽ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന പത്മകുമാർ സാറ്, പിന്നീട് ഇന്ത്യൻ പ്രസിഡന്റ് ദേശീയ അവാർഡ് കിട്ടിയതായിട്ടുള്ള സുരേഷ് കുമാർ സാർ, അദ്ദേഹമാണ് ഫിസിക്സൊക്കെ എനിക്ക് ഇത്രയും ഇൻട്രസ്റ്റ് ആക്കി തരുവാൻ തക്കണം ഇടയിൽ തരുന്നത്. പിന്നീട് അതിനുശേഷം പിന്നെ കരവളം UPSCയിൽ പഠിപ്പിച്ച തോമസ് സാർ ഫിസിക്സ്, ആ സമയത്ത് തന്നെ പഠിപ്പിച്ച ട്യൂട്ടറി കോളേജിലാക്കിയവനെ രാധാകൃഷ്ണൻ സാർ. പിന്നീട് ആൽക്കഹോളിസം വന്ന് പിന്നീട് പുള്ളി ടീച്ചിങ് പ്രൊഫഷനൊക്കെ തൽക്കാലം നിർത്തിയിട്ട് BSNൽ പോയത് കൂടെയുള്ള കൂട്ടുകെട്ട് പുള്ളിയെ ചോദിച്ചിട്ട് പുള്ളി ആൽക്കഹോളിസം ഒക്കെ ഉപയോഗിച്ച് അങ്ങനെ രോഗത്തിന് അടിമയായി തരുന്നു. അങ്ങനെ ഇഹലോകവാസം പിടിയാൻ ഇടയിൽ തരുന്നു. അതിൽ ദുഃഖമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാധാകൃഷ്ണൻ സാറ്, തോമസ് സാർ, അതായത് PHSC എൻ്റെ അധ്യാപകർ, ഫിസിക്സ് അധ്യാപകർ. പിന്നെ രാധാകൃഷ്ണൻ സാറ് മാത്സും ഇലക്ട്രോണിക്സും പഠിപ്പിക്കായിരുന്നു. അങ്ങനെ ആ സബ്ജക്റ്റിനോട് താല്പര്യമുണ്ടായി. പിന്നെ അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് പഠിപ്പിച്ച അധ്യാപകർ മോശമൊന്നുമല്ല, നല്ല അധ്യാപകരായിരുന്നു. അതുപോലെ തന്നെ ബയോളജി, എല്ലാ അധ്യാപകരെയും ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ലാ കോളേജിൽ പഠിപ്പിച്ച മോഹൻ കുമാർ സാർ, അതായത് ഇന്ത്യൻ പീനൽ കോഡും എവിഡൻസ് ആക്റ്റും ഒക്കെ പഠിപ്പിച്ച ആ മാഷും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പഠിപ്പിച്ചതായിട്ടുള്ള സാറ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ രാജലക്ഷ്മി ടീച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സെക്കൻഡ് പാർട്ട് എങ്ങോട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ നല്ലതായിരുന്നു. അത് കഴിഞ്ഞ ശേഷം കമ്പ്യൂട്ടർ കോഴ്സ് വന്നപ്പോഴും നമ്മുടെ എന്താണ് പ്രേം നമ്പി സാറ് കമ്പ്യൂട്ടർ നന്നായിട്ട് എടുത്ത് ക്ലാസ് എടുക്കുമായിരുന്നു. അതുപോലെ തന്നെ സതീഷ് സാറൊക്കെ എടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും എന്നെ ആദ്യം വന്നപ്പോൾ വരവേറ്റത് നമ്മുടെ എന്താണ് പ്രിയപ്പെട്ട ലിബി ടീച്ചറായിരുന്നു, ഫിസിക്കൽ സയൻസ്. നല്ല ക്ലാസ്സാണ് ടീച്ചർ കാഴ്ചവെച്ചത്, നല്ല കരുണയും. അതുപോലെ തന്നെ ഓരോ ആളുകളുടെ സൈക്കോളജിക്ക് അനുസരിച്ച് ഉള്ള വർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കും, അതൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, പരീക്ഷയ്ക്കുമ്പോൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമെങ്കിലും പിന്നീട് മെറിറ്റിൽ കടന്നതായിട്ടുള്ള. അപ്പം എനിക്കും ആദ്യം മാനേജ്മെൻറ്റ് കോട്ടയിലെടുത്തെങ്കിലും എൻട്രൻസ് എഴുതി മെറിറ്റിൽ തന്നെ കിട്ടി. അങ്ങനെ കൊടുത്ത ക്യാഷ് തിരിച്ച് കിട്ടുവാൻ കിട്ടി. പുള്ളിങ് ഹോൾസ് നേരത്തെ കൊടുത്ത ക്യാഷൊക്കെ എന്താണ് സ്റ്റാൻഫാസ്റ്റ് ലിബർട്ടി ഓർത്ത് ക്രൈസിസ് മിനിസ്ട്രി നമ്മുടെ അടിമത്തിൽ കൂടി പോരുത് തിരിച്ച് കിട്ടി. നേരത്തെ കൊടുത്ത ക്യാഷൊക്കെ അങ്ങനെ മാനേജ്മെൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ കൊടുത്ത ക്യാഷൊക്കെ തിരിച്ച് കിട്ടി. അങ്ങനെ എന്ത് ചെയ്തു, മെറിറ്റിൽ തന്നെ കിട്ടി. അപ്പോൾ അക്കൂട്ടത്തിലുണ്ടായിരുന്ന പ്രവീണ് ഇങ്ങനെ പറഞ്ഞു, ലിബി ടീച്ചറെ ഇത്രയും നമുക്ക് പറഞ്ഞിട്ട് നല്ല ഭാരമാണെന്ന് ചുരുക്കി പറയാൻ പറഞ്ഞു. അങ്ങനെ ടീച്ചർ നമ്മുടെ വഴിക്ക് വന്ന് ഭാരമൊന്നും പിന്നെ പെടുത്തിയില്ല. അങ്ങനെ 2006 പിന്നീട് അതിനുശേഷം ഷീവ ടീച്ചറാണ് കടന്നു വന്നത്, നമ്മുടെ ഫിസിക്കൽ സയൻസിൻ്റെ ഓപ്ഷൻ ടീച്ചറായിട്ട്. CB ടീച്ചർ 2 സെമസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് CB ടീച്ചറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മാത്തമാറ്റിക്സ് ആയിരുന്നു ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ, അതായത് 2006-7 കാലഘട്ടമായിരുന്നല്ലോ. 2007 ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ അടുപ്പിച്ചാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം വന്നത്. അന്ന് CB ടീച്ചറും സൗമ്യ ടീച്ചർ കമ്പ്യൂട്ടർ ടീച്ചറും അതുപോലെ തന്നെ ലിബി ടീച്ചർ അതിനുമ്പേ പോയി. ഒരു ഒക്ടോബറൊക്കെ കഴിഞ്ഞ് നവംബറൊക്കെ അടുപ്പിച്ച് പോയി. അങ്ങനെയാണ് ഷീമ ടീച്ചർ വന്നത്. ഷീമ ടീച്ചറും അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും, അർച്ചന ടീച്ചർ നാച്ചുറൽ സയൻസിൽ, അതുപോലെ തന്നെ സിന്ധു ടീച്ചർ കൊമേഴ്സിൽ,
അതുപോലെ തന്നെ സൂരജ് സാർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെന്താണ്, ഒരു കല്യാണ വാഹനമാണ് പോകുന്നത് MC റോഡ് കൂടെ. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടെ. അതുപോലെ തന്നെ വിജിതയുടെയും എൻ്റെയൊക്കെ ജീവിതം ക്രൈസ്റ്റ് ജീസസ് ഫ്രീ ആയിട്ട് റെസ്റ്റോർ ചെയ്യുന്നു. നമുക്ക് സൗജന്യമായി വിശ്വസിക്കാം. എന്താണ് ഞാൻ പറഞ്ഞുകൊള്ളുന്ന സബ്ജക്റ്റ് അങ്ങനെ. അതുപോലെ തന്നെ കൊമേഴ്സിലെ സിന്ധു ടീച്ചറും പിന്നെ അതുപോലെ തന്നെ ധാരാളം അധ്യാപകർ. അതായത് 2006, 2007 ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ അയവിറക്കാൻ വേണ്ടിയാണ് ഫേസ്ബുക്ക് ലൈവ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ഓരോ അധ്യാപകരും എൻ്റെ ജീവിതത്തിലെ പല വഴിത്തിലും ഉണ്ടായാലും ഓരോ അധ്യാപകരും നമുക്ക് ആ സമയത്ത് ഇപ്പോഴും അവരെയൊക്കെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നീട് അതിന് ശേഷം അതുപോലെ തന്നെ എന്താണ് നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ പിന്നെ പണ്ടുണ്ടായിരുന്ന സജി സാർ. അതായത് ആ പാട്ട് ഈ സമയത്ത് സജി സാർ ഇങ്ങനെ ഒരു പാട്ട് വരും. അതായത് നമ്മുടെ ഇടയ്ക്ക് ടാലൻറ്റ് ഷോ പോലെ അതുപോലെ ജനറൽ ക്ലാസ്സിലൊക്കെ വരുമ്പോഴത്തേക്കും അദ്ദേഹം ഫിലോസഫിയും കുറച്ചെടുത്തിരുന്നു. നമ്മുടെ മെയിൻ ക്ലാസ് തുടങ്ങുമ്പോൾ എല്ലാവരും ഓരോ ചെറിയൊരു ബിറ്റായിട്ട് ഓരോ ക്ലാസ് എടുത്തിരുന്നു, ഒരു മോട്ടിവേഷന് വേണ്ടി. അങ്ങനെ എടുത്ത കൂട്ടത്തിൽ അദ്ദേഹം പാടിയ പാട്ടിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ പാട്ടൊക്കെ അദ്ദേഹം താളം പിടിച്ച് പാടുന്ന അനുഭവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ അതിനുശേഷം ടാലൻറ്റ് ഷോ, എല്ലാ വെള്ളിയാഴ്ചയും ടാലൻറ്റ് ഷോ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് എനിക്ക് എൻ്റേതായ രീതിയിൽ ഏതോ TPM ഏതോ പാട്ട് പാടുമായിരുന്നു. അന്ന് ഇതുപോലെ മിമിക്രി ഗാനരംഗത്തൊന്നും ഞാൻ വന്നിട്ടില്ലായിരുന്നു. പിന്നീട് അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. B.Ed കോഴ്സ് ഒരു വർഷമാണ് ഉണ്ടായിരുന്നെങ്കിലും കണ്ടമാനം എഴുതാനും ഒത്തിരി വർക്കുകളും ഒത്തിരി അസൈൻമെൻറ്റ്സും ഒത്തിരി പ്രാക്ടിക്കലും ഒത്തിരി റെക്കോർഡ്സും ഒത്തിരി എന്താ പറയുക പിന്നെ ലെസൺ പ്ലാൻസൊക്കെ ഒത്തിരി എഴുതാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ് പ്രാക്ടീസ്, അതായത് എനിക്കും പ്രീതിക്കും നീനീഷയ്ക്ക് കിട്ടിയ നമ്മൾ 100 പേരിൽ ഫിസിക്കൽ സയൻസിൽ ഏതാണ്ട് 18 പേര്. ആ 18 പേരിൽ 3 പേര്, അതായത് നീനീഷ, പ്രീതി, ഞാൻ, അവരൊക്കെ ഇപ്പോൾ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. എനിക്കും സുഖമൊന്നും കിട്ടിയില്ലെന്നല്ല. ആ സമയം 2006, 2007 കാലഘട്ടത്തിൽ നമ്മളെന്താണ് ഗവൺമെൻറ് ആശ്രി PCU ബോയ്സ് ഹൈസ്കൂൾ, അതായത് കന്യാകുളങ്ങര ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലാണ് ടീച്ചിങ് പ്രാക്ടീസ് നമ്മൾ പോയത്. നമ്മുടേത് അവിടെ ആയിരുന്നു. ചിലർ കന്യാകുളങ്ങര ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു, ചിലർ മറ്റ് പല സ്കൂളുകളിലായിരുന്നു. അങ്ങനെ ഒരു 3 പേരെ വീതം ഷീമ ടീച്ചറും അതുപോലെ രമാദേവി ടീച്ചർ ആ സമയത്ത് പ്രിൻസിപ്പൾ ഓരോ സ്കൂളിലേക്ക് അയച്ചു. എന്തായാലും കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ തക്ക ഇടയിൽ തരുന്നു. ലിബി ടീച്ചറിനെ നമ്മുടെ ഒരു വർഷം മൊത്തം കിട്ടിയിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും പോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ഒരു നല്ല ഒരു ഒരു കലാപ്രകടനം, പിന്നെ അക്കാഡമിക് പ്രകടനം, ഒരു നല്ല ഒരു യുഗം എന്ന് പറയുന്നില്ല, നല്ല ഒരു വർഷം പോയത് അറിഞ്ഞില്ല, നല്ലൊരു കാലയളവായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് യഹോവ ദൈവം പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ട യേശുവിനൊക്കെ മടക്കി കൊടുക്കുമെന്ന് പറയുമ്പോൾ ക്രൈസിസ് ഇതൊക്കെ നമുക്ക് പിന്നീട് മടക്കി തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നുണ്ട്. അതായത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് എറ്റേണൽ ലൈഫ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് അലോൺ. എറ്റേണൽ ലൈഫിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ക്ലാസ് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഓരോ കോളേജിലും പഠിച്ചപ്പം ഓരോ ക്ലാസ് വൈസ് ഉണ്ടായിരുന്നതുപോലെ ഇവിടെ B.Edലും നല്ല ക്ലാസ് വൈസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫിസിക്കൽ സയൻസിലെ ആറ്റിങ്ങൽ പ്രവീണ്, ഗിരീഷ് ബാബു, പ്രീതി, നിനീഷ, സ്മിത, പുള്ളിങ്കാണ്, സ്റ്റോഹോൾസ്, ജിഷാദ് ഉണ്ടായിരുന്നെങ്കിലും അത്ര ക്ലോസ് അല്ല. പിന്നെ അതുപോലെ തന്നെ കൊമേഴ്സിലെ AB, പിന്നെ അതുപോലെ തന്നെ ദീപു മാഷ്, പിന്നെ അതുപോലെ തന്നെ മാത്സിലെ രൂപേഷ് മാഷ്, പിന്നെ അതുപോലെ തന്നെ മഹേഷ് മാഷ്, അതായത് സോഷ്യൽ സയൻസിൽ. അപ്പോൾ ക്ലാസ് വൈസ് ആയിരുന്നെങ്കിലും നമുക്ക് തമ്മിൽ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അനീഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു നാച്ചുറൽ സയൻസിൽ, ഗായത്രി നാച്ചുറൽ സയൻസിലായിരുന്നു. അങ്ങനെ പലരെയും ഓർക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ അവരെയൊക്കെ ഒന്നിച്ച് കാണാനൊരാഗ്രഹമുണ്ട്. ഫോർ ബദനി ഹൻ കാർഡർ ലിബർട്ടി. പണ്ട് KJ യേശുദാസ് പാടിയതുപോലെ ആ പാട്ട് അവസാനം ചില തിരുത്തൽ വേണ്ടി വരും. വെറുതെ അല്ല ഈ മുഖങ്ങൾ. ക്രൈസ്റ്റ് ജീസസ് നമ്മുടെ ആഗ്രഹങ്ങളെ സഫലമാക്കും വിശ്വാസമുണ്ട്. നമുക്ക് പാടാം. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ നീയുന്നു തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു ഫോണിൽ നിൽക്കുന്നൊരാളെത്തുവാൻ
മോഹം മരണം ആ പാട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ടാണ് ജലജയും വേണുനാഗവള്ളിയൊക്കെ അതിൽ പാടുന്നത്. അടരുന്ന കായ്മണികൾ പൊഴിയുന്നു ചെന്നെടുത്ത് അതിലൊന്ന് സുഖമേഴും കൈപ്പും ഒളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം തോടിയിലെ കിണർവെള്ളം കോരിക്കുടിച്ചും മധുരമേ എന്തു ഒരു വട്ടം ഇരുത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാളുത്തുവാൻ മോഹം മോഹം. അതായത് KJ യേശുദാസങ്ങൾ കൊണ്ട് പാടിയ പാട്ടാണിത്. പുള്ളിങ് ഡോണസ് ഹൗസ്. എൻ്റെ ക്ലാസ്മേറ്റായ ഗിരീഷ് ബാബു ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ പോലും പോകണ്ട, അവിടെ വലിയ വെട്ടിൽ ഗിരീഷ് ബാബു എന്ന് പറയും, തിരപ്പങ്കോട്. അങ്ങോട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ വിസ്മരിക്കാനൊക്കത്തില്ല. ഞാൻ പഠിച്ച സമയത്തൊക്കെ പ്രോജക്റ്റ് ചെയ്തത് ഇലക്ട്രോണിക്സൊക്കെ ഇങ്ങനെ പൊട്ടാക്കിയൊക്കെ വരച്ചു തന്നതൊക്കെ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ താമസിച്ചിട്ടുണ്ട്. കമ്മീഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് വീടിന്. അതിൻ്റെ തലേദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലും താമസിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇംഗ്ലീഷിലും കൂടെ പറഞ്ഞോട്ടെ. My name is AG, that means Abhilash G. Here I am in a place known as Taviyad College of B.Ed Education previously. This institution was known as Taviyad College of Teacher Education previously. This place is near Venyaramuda, Pirappangoda, that means in Trivandrum district. In this place I completed my B.Ed course during 2006 to 2007. Now the present situation of this B.Ed college is as shown below. Now this institution shifted to another place. During this time I got a good teacher, Libby teacher, and at that time Ramadevi teacher was the principal, and at that time Sindhu teacher was the commerce faculty, and Archana teacher was the faculty of natural science, and Libby teacher was the first faculty of physical science. The first B.Ed college started during the year 2006. We were the first B.Ed college batch. At that time, Libby teacher was the physical science. That means she handled the physical science option teacher, that faculty, and also Archana teacher handled natural science. She was a natural science faculty leader, and also there is only one teacher in that faculty, and also physical education sir was very sir. Sindhi teacher handled commerce department, that means commerce option, and also civic teacher handled mathematics option. Later that place was transferred to another teacher, and that is I thought pulling down a strong substitute is the teacher. Commerce, English was handled by another sir, but he passed away during 2008 or something like that, by means of some disease or something like that, or heart attack or anything. Now at that time I have lot of experiences to remember, lot of memory points to remember. Libby teacher, one of my 5 teachers.
she gave that to she gave me she showed me mercy, and also she treated me as her son, as a good student. She guided me and gave some instructions. She corrected my lesson plan, a small lesson plan. During the year 2007, nearly October, November, she departed from this college due to some personal reasons. See, and that after that time, female teacher put that place. Female teacher took that place, pulling down his also. I have many friends also. That is, for example, Antingal Praveen and Girish Babu, Perapangodi Girish Babu, Preeti, Ninisha, Smita, Physical Science, and also AB, Commerce AB, etc. like that. Very good college. Now, this institution is situated between Vembayam and Venyaramudu in Trivandrum. This is a state highway road, that is MC road, main center road, for Budinhan Counter Liberty. After completing VHSC course during the year 1994-96, see, during that time I got the gospel instructions from our Lord Jesus Christ by the grace and mercy, only by the grace and mercy, not by my merits. I started reading Bible from that time onwards, for Budinhan Calvary. That became a light for Budinhan Calvary. Then I completed degree course in Marvianis College during the year 1996-99. Completed BSc Physics, and subsidiary subject was Mathematics and Chemistry. English as first language and Malayalam second language for Budinhan Calvary. After that, during the year 1999-2002, I completed LLB. At that time also, I have many things to remember. For example, Mohan Kumar sir, he handled IPC evidence, and Taha sir handled the criminal CRPC, etc. And Rajalakshmi teacher handled the Constitution, etc. like that. And Aniyan sir handled the Transfer of Property Act like that. Many things to remember about that time also. That I will tell you later. The correct time, correct place, the correct mode for doing health alphabet. During the time of the year, lot of works we had to do. For example, completing the assignment, we had to complete that assignments, practicum, lesson plans, seminars, and also many other things related with that education as a part of education. After that, I went to MSc Physics and to Nagarkovil, Sivanthi Arkanar College, for completing that MSc course during the year 2008-2010. After that, marriage. After 2 years, we received a son, Emmanuel Navy. After that, I completed M.Ed course 2013-14 like that. As a result, I got lot of teaching experiences inside and outside Kerala, private and government sectors, polytechnic, etc., etc. But this B.Ed college was a base. This B.Ed college is a base of my teaching career for Budinhan Calvary. Pulling down stalls. Anyhow, this institution is good. Pulling down stalls. This institution was run by Kaviyad Divagar Panikar or some person like that. Now that two brothers passed away. This institution shifted to another area in a developed school. This was the previous history concerning Kaviyad College of Teacher Education. I want to tell you something. If you believe on Lord Jesus Christ, if you believe in or one Lord as a Jesus Christ, then you will be saved, both you and your household. Believe on Lord Jesus Christ, then you and your family will be saved. There is salvation in no other. There is no name given among men under heaven whereby we must be saved. If a person believeth and is baptized, shall be saved. If a person believeth not, shall be condemned. If you confess with your mouth that Jesus is
Lord, and believe your heart that God has raised him from the dead, then you will be saved. Pulling down a strongholds. Stand fast in liberty with the crisis ministry and be not entangled against your covenant. Do not see at all fear. Pulling down strongholds, casting down imaginations. Every good gift and every perfect gift is coming from above, the Father of lights. Living God, who gives richly all things, and may the Lord of peace himself give his always and every the Lord be clear. Forbidden enmity after these two. Day boy davannu നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് ഡേ, സ്ലീപ്പ് വെൽ. പുള്ളിംഗ് ഡൗൺ strongholds, forbidden in കാൽവട്ടി നാം ഇനി അനുഭവത്തിൽ കൂടി വരിക. ഫസ്റ്റ് പീസ് ടു പുള്ളിംഗ് ഡൗൺ strongholds. ദിസ് ഈസ് എ ടു ലൈഫ് ടൈം, അതായത് പ്രദോഷ സമയമാണ്. പുള്ളിംഗ് ഡൗൺ strongholds, forbidden in കാൽവട്ടി. അപ്പോൾ എന്തായിരുന്നാലും ഈ സ്ഥാപനത്തിൽ ഞാൻ പഠിപ്പിച്ച്, അതായത് 2006-2007 കാലഘട്ടത്തിൽ BEd. അപ്പോൾ ആ ഒരു കാലഘട്ടം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് BEd ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് സ്കൂട്ടർ ഒതുക്കിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ലൈവ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഇനിയും വരും. ഇത് ഫസ്റ്റ് പാർട്ട്, അതായത് ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി വീണ്ടും കാണും. പുള്ളിംഗ് ഡൗൺ strongholds, forbidden in liberty as we peace you now. പുള്ളിംഗ് ഡൗൺ നാം ഇനി അനുഭവത്തിൽ കൂടി വരും. ആൻഡ് ബി നോട്ട് എന്നെങ്കിലേക്കും ഒക്കെ ഉണ്ട്. as we peace you now, forbidden in liberty. എന്താണ് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റ് മാനസ് ഫ്രീ ആൻഡ് ബി നോട്ട് എന്തെങ്കിലും അഗൈൻ ദി ഓപ്പമൻറ്റ് ഫോർ ബിഗിൻ ഗോഡ് ഓഫ് പീസ് ബി ടു അലാമൻ ഡു നോട്ട് സി അറ്റ് ആൾ. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റ് മാനസ് ഫ്രീ ആൻഡ് ബി നോട്ട് എന്തെങ്കിലും അഗൈൻ ദി ഓപ്പമൻറ്റ് പുള്ളിംഗ് ഡൗൺ strongholds, casting down imaginations. For living God is actually all things in you. Forbidden in Calvary, the Lord of peace himself is always and with the Lord be clear. Forbidden in Calvary liberty. Living God is actually all things in very good gift and perfect it is coming from the Father of lights. Living God is actually all things in the God of peace be to all. Amen. Pulling down stand fast for liberty or the crisis one of free. Nam and be not ending like in the document. Nam as we peace you. Forbidden in Calvary. നമുക്ക് ക്രിസ്തീസിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ക്രിസ്തീശു നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ നമുക്ക് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് പിരിഞ്ഞ് മറ്റൊരവസരത്തിൽ കാണാം. പുള്ളിംഗ് ഡൗൺ strongholds, forbidden in Calvary മറ്റൊരു അവസരത്തിൽ കാണാം. as we peace you.